എനിക്ക് കേൾക്കാവുന്ന പഴിയെല്ലാം ഞാൻ കേട്ടു, ആരോപണങ്ങളെല്ലാം ഞാൻ കേട്ടു. കപ്പിത്താൻ തന്നെ കപ്പൽ മുക്കുന്നു. മോദിജി തന്നെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു വയനാട് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി വേറെ സ്ഥലത്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കുടുംബമാണ് എന്ന് പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി. എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചത് അദ്ദേഹം മണ്ഡലത്തെ ഒരു കുടുംബമായിട്ട് എടുക്കുന്നതാണ്. എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയുള്ള മണ്ഡലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. മോദിജി നല്ല വകുപ്പുകളാണ് തന്നിരിക്കുന്നത്. സുരേഷ് ഗോപിക്കായാലും ജോർജ് കുര്യനായാലും തന്നിരിക്കുന്ന വകുപ്പുകൾ നിങ്ങൾ നോക്കണം. അത് കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഇത്രയധികം തീരദേശമുള്ള ഒരു സംസ്ഥാനം വേറെയില്ല. അപ്പോൾ ആ തീരദേശ മേഖലയെ ആകെ ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് അത് സ്വാധീനിക്കുന്നത്. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPയുടെ പ്രകടനം, BJPയുടെ രാഷ്ട്രീയ ശത്രുക്കളെ മാത്രമല്ല, ഈ നാട്ടിലെ മാധ്യമങ്ങളെയും പ്രവചന സിംഹങ്ങളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒക്കെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ദേശീയ മാധ്യമങ്ങളും എക്സിറ്റ് പോളുകളും പറഞ്ഞതുപോലെ 3 സീറ്റ് ലഭിച്ചില്ല എങ്കിൽ കൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു ഓരം ചേർന്ന് നിന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം എതിരാളികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്നും മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഒരു 3ാം ശക്തിയോ 2ാം ശക്തിയോ ആയിട്ട് ഈ പ്രസ്ഥാനം മാറി എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ കേരളം മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വേണമെങ്കിൽ വിലയിരുത്താം. ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനം കേരളത്തിലെ BJPയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്നതിനോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഈ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാന ഘടകത്തെ നയിച്ച പൊതുപ്രവർത്തകൻ്റെ മികവിൻ്റെ അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ശ്രീ കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് വളരെ റിലാക്സ്ഡ് ആണ്, വളരെ ഹാപ്പിയാണ്, വളരെ കൂളാണ്. എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ബേസ്മെന്റ് ആയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അടിത്തറയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും മറ്റു പല സംസ്ഥാനങ്ങളുടെയും ഹിസ്റ്ററി അറിയുന്നവർക്ക് അറിയാം. ഇപ്പോൾ കർണാടകയിൽ ഒരു 15 കൊല്ലം മുമ്പ് ഒരു 20% അവർ വന്നപ്പോഴാണ് പിന്നീട് ഇതെല്ലാം മാറ്റങ്ങൾ അത്ഭുതമായിട്ട് വന്നത്. ഇപ്പോൾ ഒറീസയിൽ സർക്കാർ ഉണ്ടായി. ഞാൻ ഒറീസയിലെ പല നേതാക്കന്മാരായിട്ടും സംസാരിക്കുമ്പോൾ 20% എത്താൻ വേണ്ടിയിട്ട് അവരും വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ആസാമിലും ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. 20% എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരു ഗെയിം ചേഞ്ചർ, അതായത് ഒരു ഗെയിം ചേഞ്ചർ. അതായത് എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോൾ തെലങ്കാന, ഇതെല്ലാം വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കിയാൽ ഒരു 20% വരെ എത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു ടഫ് സ്റ്റേറ്റിൽ ഒരു ഓളത്തിന് ഭരണം ഉണ്ടാവുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഒരു ടഫ് സ്റ്റേറ്റിൽ ഒരു 20% എത്തുമ്പോഴാണ് പിന്നീട് പല തരത്തിലുള്ള മാറ്റങ്ങളും സമൂഹം അംഗീകരിച്ച് മുന്നോട്ട് വരുന്നത്. അങ്ങനെയുള്ള ഒരു ബേസ്മെന്റിലേക്ക് വന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു നെറേറ്റീവ് വളരെ ശക്തമായിരുന്നു. BJP ജയിക്കില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, BJP ജയിക്കുന്നത് പോട്ടെ, 2ാം സ്ഥാനത്ത് പോലും ഒരു സീറ്റിലും വരത്തില്ല. മുരളീധരനൊക്കെ ആണെങ്കിൽ അങ്ങ് കടന്ന കൈ കോഴിമുട്ടയാണ് BJP കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കേരളമാണ്, ഇവിടെ ആര് വിചാരിച്ചാലും മോദി തന്നെ വന്ന് മത്സരിച്ചു. അതായിരുന്നു ഏറ്റവും വലിയ. പ്രധാനമന്ത്രി വന്ന് മത്സരിച്ചാലും ഇവിടെ ജയിക്കില്ല, പിന്നെയല്ലേ സുരേഷ് ഗോപി ജയിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിനേക്കാൾ അല്ലെങ്കിൽ ഒരു വോട്ട് ഷിഫ്റ്റിനേക്കാളും ഞാൻ കാണുന്നത്, ഞങ്ങൾ എപ്പോഴും കണ്ടില്ല, ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. കാരണം LDF-ൽ നിന്നും UDF-ൽ നിന്നും ഒരു നല്ല വിഭാഗം ജനങ്ങൾ, അതായത് പരമ്പരാഗത BJP വോട്ടുണ്ട്, നമുക്കൊരു 10-15% വരെ എത്തുന്ന ഒരു 12% ബേസ് വോട്ടുണ്ട്. അതിന് നമുക്കറിയാം കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ്, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു കുറച്ചുകൂടി ഒരു അപ്പർ ക്ലാസ്, ഇതൊക്കെയാണ് എപ്പോഴും BJP. പിന്നെ കുറച്ച് കോസ്റ്റൽ ഏരിയയിൽ ഇത്തവണ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് SC ST, ഈഴവ, അതിപിന്നോക്ക വിഭാഗങ്ങൾ, അവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ട് ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും, ഹിന്ദുക്കൾക്കപ്പുറമുള്ള എല്ലാ വിഭാഗം ക്രിസ്ത്യൻ വോട്ടർമാരുടെ ഇടയിലേക്കും കടന്നു വരാൻ, അതൊക്കെ ഒരു പോസിറ്റീവ് സൂചനകളാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന 2 കാര്യങ്ങൾ. ഒന്ന്, താങ്കൾക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനുമെതിരെ ഹൈക്കോടതി നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മാസപ്പടി കേസിലാണ് വിഷയം വന്നിരിക്കുന്നത്. അദ്ദേഹം ഇനിയെങ്കിലും രാജിവെച്ച് പോകണമെന്ന് താങ്കൾക്ക് തോന്നുന്നു? ഉറപ്പായിട്ടും അദ്ദേഹം രാജിവെച്ച് പോയില്ലെങ്കിൽ അവരുടെ തകർച്ചയുടെ ആഴം ഇനിയും കൂടുകയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വികാരം, ഒരു ജനവികാരത്തിലെ ഒരു പ്രധാന ഘടകം മുഖ്യമന്ത്രി. 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന അഴിമതികൾ.
രണ്ട്, മുഖ്യമന്ത്രിയുടെ സ്ട്രാറ്റജി. അദ്ദേഹമാണ് ഈ മുസ്ലിം എല്ലാ മണ്ഡലത്തിലും ചെന്ന് CA രണ്ടാം കിട പൗരന്മാരാണ്, മുസ്ലിങ്ങൾക്ക് ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളിൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ മുസ്ലിം ഇല്ല, ഒരു പ്രചരണം അവർ നടത്തി. ലീഗുകാർ പോലും അത്രയും പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ അതിൻ്റെ ഫലം എന്തുണ്ടായി? കൂട്ടത്തിലുള്ള മുസ്ലിങ്ങൾ തന്നെ എങ്ങോട്ട് പോയി? ഇപ്പം ഞാൻ എൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ, എൻ്റെ ബൂത്തിൽ ഞാൻ കുറേ മുസ്ലിം വോട്ടർമാരുണ്ട് CPM-ൻ്റെ. അത് കരീമിക്ക എന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടുവന്നല്ലോ, ആരെ? എളമരം കരീമിനെ. അത് ആദ്യമായിട്ടാണ്. എളമരം കരീമിനെ പോലെ ഇത്രയും ജനവിരുദ്ധനായ ഒരു നേതാവ് CPM-ൽ ഇല്ല. പക്ഷെ അവരുടെ ഉദ്ദേശം ഈ ജനവിരുദ്ധതയൊക്കെ മതത്തിൻ്റെ പേരിൽ മറിയുന്നായിരുന്നു. മുസ്ലിമായിട്ട് നിർത്തി കരീമിക്ക എന്നവർ എഴുതി. പക്ഷെ ആ പാർട്ടിയിലെ മുസ്ലിം കേഡറുകളെല്ലാം രാഘവനാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ ബൂത്ത് കണ്ടു. അത് പാർട്ടി പ്രവർത്തനത്തിന് പോകുന്ന സഖാക്കൾ വോട്ട് ചെയ്തിരിക്കുന്നത് MK രാഘവൻ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ മുഖ്യ കാരണക്കാരിൽ ഒരാൾ പിണറായി വിജയൻ, LDF-ന്റെ ഈ പതനത്തിന്. ഒന്ന്, അദ്ദേഹത്തിന്റെ മകനും മകളും എല്ലാം ചേർന്ന് അദ്ദേഹം നടത്തുന്ന അഴിമതി. രണ്ട്, അദ്ദേഹത്തിന്റെ പ്രീണന രാഷ്ട്രീയം. ഇത് രണ്ടിനുമാണ് തിരിച്ചടി ഉണ്ടായിരിക്കും. ഇനി ഈ പർട്ടിക്കുലർ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ കേസിൽ ശരിയായ നിലയിലുള്ള അന്വേഷണങ്ങളാണ്. പലതരത്തിലും ഈ കേസിനെ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അവർ പരിശ്രമിച്ചിരുന്നു. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല. ഈ കേസ് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. രണ്ടാമത്തെ കാര്യം വയനാട് സീറ്റാണ്. താങ്കൾ മത്സരിച്ച സീറ്റ് കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ സീറ്റ് വിട്ടൊഴിഞ്ഞു പോകുന്നു, രണ്ടാമത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്നു. പ്രിയങ്ക മത്സരിക്കുന്നതോടുകൂടി വയനാട് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി അതിനൊരു ദേശീയ രാഷ്ട്രീയത്തിലൊരു പ്രാധാന്യം വരും. ശരിക്കും ഒഴിവാക്കേണ്ട ഒരു ധൂർത്തായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ്? കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിടത്ത് പോലും പറഞ്ഞില്ല ഞാൻ മറ്റൊരിടത്ത് മത്സരിക്കാൻ പോകുന്നു എന്ന്. അവിടെ മത്സരിക്കുകയും ചെയ്തു. അതിനുശേഷം വയനാട് കൈവിട്ടു. അല്ല, ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ, ഇത് മോദിജി തന്നെ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു വയനാട് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി വേറെ സ്ഥലത്ത് പോകുന്നു പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കുടുംബമാണ് എന്ന് പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി. എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചത് അദ്ദേഹം മണ്ഡലത്തെ ഒരു കുടുംബമായിട്ട് എടുക്കുന്നതാണ്. എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയുള്ള മണ്ഡലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്രിയങ്കയെ കൊണ്ടത്. ഇപ്പം അതുകൊണ്ടാണ് ആൾക്കാർ കളിയാക്കി ചോദിക്കുന്നത് ഇവിടെ പാലക്കാടേക്ക് ഇനി അളിയനെ കൊണ്ടുവരുമോ എന്നുള്ളത്. ഈ രീതിയിലേക്ക് കോൺഗ്രസ് മാറി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ വലിയ ചതിയാണ്. അവിടുത്തെ പാവപ്പെട്ട വോട്ടർമാരാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റി, പ്ലാന്റേഷൻ ലേബേഴ്സ്, അങ്ങനത്തെയൊക്കെയുള്ള വോട്ടർഷ, അങ്ങനത്തെ ഒരു പാവങ്ങളുടെ മണ്ഡലമാണ് വയനാട്. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ഭാരം കൂടി അടിച്ചേൽപ്പിക്കാൻ ഒരാവശ്യമില്ല. പിന്നെ ആദ്യമേ പ്രിയങ്ക അവിടെ മത്സരിപ്പിച്ചാൽ മതി. അപ്പൊ അവിടെ ആദ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒരു പിന്നെ ഒന്നാമത്തെ കാര്യം, അവിടെ ആ പാർട്ടിയിൽ ഈ ഖർഗെയും ബാക്കി കെ സുധാകരനൊക്കെ വെറുതെ ഇരിക്കുന്നത്. സത്യത്തിൽ ഈ സീറ്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് കൊടുത്താൽ മതി. പ്രിയങ്കയ്ക്ക് ഇനി മത്സരിക്കണേ വല്ല ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെ. അതുകൊണ്ട് കോൺഗ്രസിന് എന്ന് പറഞ്ഞാൽ അവർ ഈ 3 പേര് തീരുമാനിക്കുന്ന പോലെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരു കുടുംബം തീരുമാനിക്കുന്നത്. കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരൊക്കെ പറയുന്നത് ഇനിയെങ്കിലും പ്രിയങ്ക വന്നു കഴിഞ്ഞിരിക്കുന്നു, പ്രിയങ്കയെ ഏകാന്തമായിട്ട് തെരഞ്ഞെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. BJP അത് സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ LDF-നോടാണ് പറയുന്നത്. അവരും മാറിക്കൊടുക്കണം. LDF എന്തിനാണ് മത്സരിക്കുന്നത്? LDF ആണ് മാറിക്കൊടുക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാറിക്കൊടുക്കേണ്ട ഒരു ആവശ്യം അവർ പറയുന്നത് LDF മാറിക്കൊടുത്തു കഴിഞ്ഞാൽ BJPയെ മുഖ്യ പ്രതിപക്ഷമായിട്ട് ഞങ്ങളിവിടെ കേരളത്തെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുമെന്ന്. ഇന്നലെ ഒരു CPM-ന് താല്പര്യമില്ല മത്സരിക്കാൻ. പക്ഷെ ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ മാറാത്തത്. അല്ലാതെ കോൺഗ്രസിനോട് മത്സരിച്ച് ഇപ്പൊ പ്രിയങ്ക ഗാന്ധിക്കെതിരായി മത്സരിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് അവർ വ്യക്തമാക്കി. ബിനോയ് വിശ്വൻ തന്നെ പറയുന്നത് അതിന്റെ അടിസ്ഥാനം എന്താണ്? BJP അവിടെ മുതലെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. അപ്പൊ ഇന്ത്യ മുന്നണിക്കാരെ എന്തിനാണ് അവിടെ മത്സരിക്കുന്നത്? സത്യത്തിൽ CPI ആ സീറ്റിൽ മത്സരിക്കാതെ മാറി നിൽക്കുകയാണ് വേണ്ടത്. BJPയുമായിട്ട് ഒരു ഡയറക്റ്റ് മത്സരിക്കട്ടെ, എത്ര ഭൂരിപക്ഷത്തിന് വേണം ജയിക്കുന്നോ തോൽക്കുന്നാവട്ടെ. പക്ഷെ ആ ഒരു LDF-ന്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല. ശരിക്കും ഒരു ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന 100% ഇരട്ടത്താപ്പോ ജനങ്ങളെ വഞ്ചിക്കുന്നു. നമ്മുടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വന്ന താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു തരംഗത്തിൽ സംഭവിച്ച ഒരു നേട്ടമൊന്നുമല്ല. വളരെ കൺവിൻസിംഗ് ആയി ഒരു വിജയം ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയം പറഞ്ഞ് താമര ചിഹ്നത്തിലാണ് ജയിച്ചത്. മറ്റ് 2 സീറ്റുകളിലെങ്കിലും വിജയത്തോട് അടുത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ സാമുദായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആശയത്തിന്റെ മാറ്റമാണ് ശരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് ഇപ്പോഴത്തെ സാധാരണഗതിയിൽ LDF-ന്റെ ആന്റി ഇൻകംബൻസിയുടെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ UDF-ന് അതിന്റെ പ്രയോജനം കിട്ടേണ്ടതാണ്.
UDF ആ വോട്ട് ഷെയർ നോക്കിയാലും സീറ്റിന്റെ എണ്ണം നോക്കിയാലും അവർക്ക് ആ പ്രയോജനം കിട്ടിയിട്ടില്ല. അപ്പോൾ ആന്റി ഇൻകംബൻസി ഉണ്ടായി സർക്കാരിനെതിരായിട്ട്. പിണറായി വിജയന്റെ അഴിമതി ഇതെല്ലാം വന്നു. പക്ഷെ അപ്പോൾ ജനം ഓപ്റ്റ് ചെയ്തത് വേറൊരു മോഡലിനെയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത. പുതിയൊരു മോഡൽ ജനങ്ങൾക്ക് സ്വീകാര്യമായിരിക്കുന്നു. അതായത് മോദി മോഡലിനോ അല്ലെങ്കിൽ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത് എന്ന് ജനം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, BJP ഒരിക്കലും ജയിക്കില്ല എന്നുള്ള ധാരണ ജനം തിരുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, രണ്ട് മുന്നണിയിൽ നിന്നും ആളുകൾ BJP, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു, കേരളത്തിലെ പ്രബലരായിട്ടുള്ള എല്ലാ കോൺഗ്രസ് CPM നേതാക്കന്മാരെ ബൂത്തുകൾ നിങ്ങൾ നോക്കണം. AK ആന്റണി വോട്ട് ചെയ്ത സ്ഥലത്ത് BJP ആണ് ജയിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ സ്വന്തം നാട്ടിൽ അടിച്ചു മുന്നോട്ട് പോയിരിക്കുന്നത് BJP ആണ്. ആന്റോ ആന്റണിയുടെ ബൂത്തിൽ BJP വൻ ഭൂരിപക്ഷമാണ്. പ്രേമചന്ദ്രൻ്റെ ബൂത്തിൽ BJP ആണ് ലീഡ് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ്റെ ബൂത്തിൽ BJPക്ക് 2 ഇരട്ടി വോട്ടിൻ്റെ വർധനവുണ്ടായിരിക്കുന്നു. K മുരളീധരൻ്റെ തൃശ്ശൂരിലെ ബൂത്തിലും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കോഴിക്കോട്ടെ ബൂത്തിലും BJP ആണ് ലീഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ എളമരം കരീമിൻ്റെ ബൂത്തിൽ 4 ഇരട്ടി വോട്ടാണ് കഴിഞ്ഞ ദിനത്തെക്കാളും BJPക്ക് കോവൂരിൽ BJP കിട്ടിയത്. ഇങ്ങനെ വടക്ക് മുതൽ തെക്ക് വരെ നിങ്ങൾ നോക്കിയാൽ ഒരു മാധ്യമങ്ങളും അത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. BJP ആണ് അവിടെ എല്ലാം മുന്നിൽ. അച്യുതാനന്ദന്റെ നാട്ടിൽ നിങ്ങൾ കണ്ടല്ലോ, പുന്നപ്രയിലും വയലാറിലും BJP ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുന്നു. ചെന്നിത്തലയും ശോഭയും തമ്മിലുള്ള വ്യത്യാസം കേവലം ആയിരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ചെറിയ മാറ്റം, ചെറിയ തരംഗത്തിന്റെ പേരിൽ ഒരു വൺ ടൈം വിക്ടറി അല്ല. ഒരു മനസാക്ഷി, കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി മാറി. ഇനി നിങ്ങൾ നോക്കിക്കോ, പത്മനാഭസ്വാമി BJP ലീഡ് ചെയ്തു, ശ്രീകണ്ഠേശ്വരം BJP ലീഡ് ചെയ്തു. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ അമ്പലപ്പുഴ, ഇങ്ങോട്ട് കേരളത്തിലേക്ക് നോക്കി പ്രധാനപ്പെട്ട ദേവാലയങ്ങളെ സ്ഥലങ്ങളെല്ലാം, ഗുരുവായൂർ, അങ്ങനെ പോയി വടക്ക് മധൂർ വരെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ നോക്കിയാൽ തീർത്ഥസ്ഥാനങ്ങളിലെല്ലാം BJP ആണ് ലീഡ് ചെയ്തത്. ചരിത്ര സ്ഥാനങ്ങളിലെല്ലാം നിങ്ങൾ നോക്കൂ, വെങ്ങാനൂർ BJP മുമ്പിലാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന ബൂത്തിൽ BJPക്ക് 397, 4 ഇരട്ടി വോട്ടാണ് കഴിഞ്ഞ തവണത്തേക്ക്. എന്ന് പറഞ്ഞാൽ തീർത്ഥസ്ഥാനങ്ങൾ, പ്രമുഖ ദേവാലയങ്ങൾ, പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയുടെ വലിയൊരു പ്രതീകമായിട്ട് BJP. കേരളത്തിലെ വോട്ടർമാരെ 100 പേരെ എടുത്താൽ 20 പേർ ഒരു സങ്കോചവും സന്ദേഹവും ഇല്ലാതെ BJP അഞ്ചിലൊരാൾ. അപ്പൊ നമ്മളിവിടെ 5 പേര് ഇരിക്കുമ്പോൾ ഒരാൾ NDA ആണെന്ന് പറയാൻ, BJP ആണെന്ന് പറയാൻ ഇന്ന് മടി കാണിക്കുന്നത്. അതൊരു 3-ൽ ഒരാളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇനിയുള്ള ഞങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങയുടെ ഞാൻ ഈ തരംഗത്തിൽ അധിഷ്ഠിതമായ ഒരു വിജയമല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു കാരണം തീർച്ചയായിട്ടും ഈ വോട്ടർ പാറ്റേണിൽ വന്ന ഒരു ഷിഫ്റ്റാണ്. അത് കൂടാതെ സംഘടനാ തലത്തിലും വലിയ തോതിലൊരു പ്രിപ്പറേഷൻ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാവണം. കാരണം പോസ്റ്റ് ഇലക്ഷൻ്റെ ഇത്രയും സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുള്ളപ്പോൾ അപ്പോൾ അതിന് മുമ്പുള്ള പ്രിപ്പറേഷനും തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം BJPയുടെ സംസ്ഥാന ഘടകത്തെക്കുറിച്ച് പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനത്തിൻ്റെ കുറവ്, നേതാക്കന്മാർ തമ്മിലുള്ള ഏകോപനമില്ലായ്മ. പക്ഷേ ഇത്തരം ചില കാര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്തായിരുന്നു ഇപ്രാവശ്യത്തിൽ. അതിന്റെ കൃത്യമാണല്ലോ. 2021 നിന്ന് ഒരുപാട് ഞങ്ങൾ കേട്ടല്ലോ പഴി. 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 2% വോട്ട് കുറഞ്ഞു NDAക്ക്. അറിയാലോ, BJPക്ക് അല്ല, സത്യത്തിൽ NDAക്ക് ആ സമയത്ത് മത്സരിച്ച സ്ഥലങ്ങളിൽ 2% വോട്ട് കുറഞ്ഞു. ഉണ്ടായിരുന്ന നിയമസഭാ സീറ്റ് പോയി. അതിന്റെ പഴി ഒരുപാട് പാർട്ടി കേട്ടു. അപ്പൊ ഞങ്ങളെ ശരിക്കും പഠിച്ചുപരമായിട്ട് അത് ഞാൻ കേട്ടു. നാച്ചുറലി തോൽക്കുമ്പോൾ എല്ലാം വരുമല്ലോ, അതിലെനിക്ക് പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ ശരിയായി പഠിച്ചു, ദൗർബല്യങ്ങൾ മനസ്സിലാക്കി, എല്ലാവരും ഒരുമിച്ചിരുന്നു, നല്ല പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരും ബൂത്തുകളിലേക്ക് പോയി, അവിടെ പ്രവർത്തകരായിട്ട് സംവദിച്ചു, മാറി നിന്നവരെയൊക്കെ കണ്ടു, അസംതൃപ്തിയുള്ളവരെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, തെറ്റായ സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളെ എല്ലാം അതിജീവിക്കാൻ നല്ല രീതിയിൽ അവരെ സജ്ജരാക്കി, നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി, ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി, എല്ലാവർക്കും അവസരങ്ങൾ കൊടുത്തു, പുതിയ ധാരാളം ആൾക്കാരെ ആകർഷിച്ചു. പക്ഷേ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കുറച്ച് കാലമായിട്ട് ഞങ്ങൾ നടത്തിയിരുന്നു. മറ്റൊന്ന് മോദിജിയുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. മോദിജിക്ക് അത്രമാത്രം കേരളത്തിൽ താമര വിരിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. മോദിയെ കണ്ട ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ യൂത്ത്സും വിമനുമാണല്ലോ ഏറ്റവും കൂടുതൽ, സ്ത്രീകളും യുവാക്കളുമാണല്ലോ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് സജീവമായിട്ട് വരേണ്ടത്. ഞാൻ ഡൽഹിയിൽ ചെന്ന് മോദിജിയെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു യൂത്ത്സിനെ ആകെ അവർക്കൊരു മൊറയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ഒരു സമയം വേണം,
ഇപ്പോൾ എന്ത് പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു നോൺ BJP യൂത്ത്സിനെയാണ് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ നിലവിലുള്ള യുവമോർച്ചക്കാരുടെ സമ്മേളനം അല്ല. അതാണെങ്കിൽ ഞങ്ങൾ മോദിജിയെ വിളിക്കില്ല. പുതിയ എൻറോൾ ചെയ്യുന്ന ഓൺലൈൻ വഴിയും മറ്റും എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽ സ്റ്റുഡൻസ്, അങ്ങനെ 1.5 ലക്ഷം ആൾക്കാരെയാണ് ഞങ്ങൾ കൊച്ചിയിലാണ് നിരത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ മോദിജി ആശയം വലിയൊരു ഇനിഷ്യേറ്റീവ് ആണെന്നാണ്. അതിൻ്റെ ഒരു പ്രയോജനം ഇലക്ഷനിൽ കിട്ടും. അത് കഴിഞ്ഞ് വീണ്ടും പ്രധാനമന്ത്രിയോട് ഞങ്ങൾ ഈ മഹിളകളുടെ, കാരണം ഈ വനിതാ സംവരണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഒരു മഹിളാ ശാക്തീകരണത്തിൻ്റെ ഒരു പ്രോഗ്രാം, നാരീശക്തി വന്ദന ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും മഹിളകളായിരിക്കും. അത് മോദിക്ക് അതൊരു വലിയ താല്പര്യം. പൂർണ്ണമായിട്ടും മഹിളകളായിരിക്കും. ഞാൻ പൂർണ്ണമായിട്ടും മഹിളകളായിരിക്കും. ഗ്രൗണ്ടിൽ പുരുഷന്മാരാരും ഉണ്ടാവില്ല. 2 ലക്ഷം സ്ത്രീകളെയാണ്. അപ്പോൾ എവിടെ സ്ഥലം? തൃശ്ശൂരിൽ സംഘടിപ്പിക്കാനാണ് പ്ലാൻ. ആ നിമിഷം മോദിജി എനിക്ക് ധൈര്യമായിട്ട് പോക്കുള്ളൂ, ഡേറ്റ് തരാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡേറ്റ് തരും. അവിടെ നിങ്ങൾ നോക്കൂ, വേദി മുഴുവൻ സ്ത്രീകളായിരുന്നു. അത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന സ്ത്രീകളാണ്. ചലച്ചിത്രം, സാമൂഹ്യം, സാംസ്കാരികം, കൃഷി, പത്മശ്രീ, എല്ലാ സ്ത്രീകളെ ഉൾപ്പെടുത്തി ആ ഗ്രൗണ്ട് മുഴുവൻ സ്ത്രീകളായിരുന്നു. പുറമെ പുരുഷന്മാരുണ്ടായിരുന്നു. അവരൊക്കെ റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ എൻഗേജ് ചെയ്തു. അപ്പോൾ അതുണ്ടാക്കിയ ഒരു സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു ചലനം ചെറുതല്ല. ഒരു ഈവൻ കോൺഗ്രസ്സുകാരിയാണെങ്കിലും ആ ഒരു സമരം ഒറ്റയ്ക്ക് നയിച്ച അവരെ കൂടി ഞങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് പോകും. അപ്പോൾ സ്ത്രീകൾക്കിടയിൽ പിന്നെ കൃഷിക്കാർ, കിസാൻ സമ്മാൻ നിധി കിട്ടിയിട്ടുള്ള ആൾക്കാർ, ബെനിഫിഷ്യറീസ്, അങ്ങനെയൊക്കെ ധാരാളം ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തി. ഇപ്പം മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് കാര്യമായ പിന്തുണ കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഔട്ട്റീച്ചിൽ ഒരു മാറ്റം വരുത്തിയില്ല. മണിപ്പൂരൊക്കെ വന്നിട്ടും ചില സംശയങ്ങളുണ്ടായിരുന്നു ആൾക്കാർക്ക്, നമ്മൾ ഇത്തവണ ഈസ്റ്റർ ക്രിസ്മസ് വേണമെന്നൊക്കെ. പക്ഷെ നമ്മൾ ഒട്ടും അതിൽ മാറ്റം വരുത്തിയില്ല. നമ്മൾ വീണ്ടും വാതിലുകൾ മുട്ടി. അങ്ങനെ നല്ല പരിശ്രമം പാർട്ടി പ്രവർത്തകർ ചെയ്തു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോയി. അതിൻ്റെയൊക്കെ ഒരു പ്രയോജനം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി വിവാദങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പ്രസ്താവന പല രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും അമ്പരപ്പിക്കുകയോ ഞെട്ടിക്കുകയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈഴവ വോട്ടിൻ്റെ കാര്യത്തിൽ മതന്യൂനപക്ഷ പ്രീണനം CPM നടത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. BJPയുടെ ഒരു നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞു, ഈ വിശകലനം ഞങ്ങളുടെ ഒരു കോർ സബ്ജക്റ്റാണിത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നോക്കൂ, കേരളത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? സ്ഥാനാർത്ഥി നിർണയം, അതായത് രാജ്യസഭ കൊടുക്കുന്ന പോലെയല്ല. സ്ഥാനാർത്ഥികളെ ലോക്സഭയിലും നിയമസഭയിലും മത്സരിക്കുമ്പോഴും അവരെപ്പോഴും ഈ ഒരു സമുദായത്തിൻ്റെ നോക്കും. ഇപ്പോൾ എറണാകുളത്ത് ഒരിക്കലും ഈ സമുദായത്തിൽ ഇന്ന സമുദായത്തിൽ നിന്നല്ലാത്ത ഒരാളെ ഇരു മുന്നണികളും നിർത്താറില്ല. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രത്യേകതയുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുന്ന മുന്നണികൾ ആ കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ആ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുന്ന മുന്നണികൾ നോക്കൂ. നിങ്ങളിപ്പോൾ ഈ രാജ്യസഭ നോക്കൂ, 12 പേരിൽ 2 പേരാണ് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ളത്. ബാക്കി മുഴുവൻ ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ ക്രൂശിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വർഗീയ പ്രീണനം നടക്കും. ഇനിയിപ്പോൾ ഇത് കൂട്ടാനാണ് ഇവർ തയ്യാറാവുന്നത്. കാരണം ഇപ്പോൾ ഈ ഹിന്ദു വോട്ടിലൊരു മാറ്റങ്ങൾ വന്നു. മുസ്ലിം വോട്ടുകളെ എങ്ങനെ പിടിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഇനി അവർ രണ്ടുപേരും പരസ്പരം മത്സരിക്കാൻ പോകും. ഈ ഹിന്ദു വോട്ടുകളെ ജാതീയമായും അല്ലെങ്കിൽ ദേശീയമായിട്ടും ഒക്കെ വിഭജിച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. കാരണം പാണക്കാട് തങ്ങളും പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വോട്ട് പിടിച്ചെടുക്കാൻ CPM ശ്രമിക്കുന്നു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് ഒഴിവാക്കുകയല്ല അവർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? CPM അണികൾക്ക് മനസ്സിലായി. ഇപ്പോൾ വടകരയിൽ എന്ത് സംഭവിച്ചു? വടകരയിൽ ഈ വർഗീയ പ്രചരണമൊക്കെ അവർ നടത്തിയപ്പോൾ എന്തായി? പാർട്ടി കേഡറുകൾ ഷാഫിക്ക് വോട്ട് ചെയ്തു. തീർച്ചയായിട്ടും ഹിന്ദുക്കളായിട്ടുള്ള സഖാക്കൾ വിഡ്ഢികളായി. ഇത് എല്ലായിടത്തും ഉണ്ട്. ഈ കോഴിക്കോടുണ്ട്. വടകരയിൽ മാത്രമല്ല അതിൻ്റെ പ്രതിഫലനമുണ്ട്. കോഴിക്കോട് തന്നെ സംഭവിച്ചു. പാർട്ടിയിലെ മുസ്ലിം കേഡറുകളൊക്കെ പിന്നെ അവർക്ക് സ്വന്തം മുസ്ലിമിനെ നിർത്തിയിട്ട് പോലും അവർ രാഘവൻ വോട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഇത് UDF ആണ് മുസ്ലിങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംരക്ഷിക്കുന്ന നിലയിൽ. അപ്പോൾ അതിനെ മറികടക്കാൻ അവർ കൂടുതൽ തീവ്രമായ നിലയിലേക്ക് പോകും. കേരളത്തിൽ ഇത്രയും ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് ലഭിക്കുമെന്ന് ഏതാനും വർഷങ്ങൾ മുമ്പ് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് മുസ്ലിം വോട്ടുകൾ BJPയിലേക്ക് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അതിനിപ്പോൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അനുഭവം BJPയുടെ ഭരണത്തിൻ്റെതായിട്ടുള്ള കേരളത്തിൽ അങ്ങനെ ഒരു, കാരണം ഈ പറഞ്ഞു കേൾക്കുന്ന പ്രചാരണങ്ങളിൽ മാത്രമാണ് അവരെ മുമ്പിലുള്ളത്. യാഥാർത്ഥ്യമായിട്ട് അവർക്ക് യാതൊരു, പിന്നെ 2 മുന്നണികൾ നടത്തുന്ന വലിയ പ്രചരണങ്ങളിൽ അവരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ടെന്നല്ല ശരിയാണ്. അപ്പോൾ അതിലൊരു മാറ്റം വരാനുള്ള സാധ്യത
പെട്ടെന്ന് ഉണ്ടാവുന്നില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടാവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് കേരളത്തിൽ താമര വിരിയുമോ എന്ന് അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് എപ്പോഴും കേരളത്തെക്കുറിച്ച് പറയുന്ന ആളാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ജയിച്ച് BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോൾ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞു. പക്ഷേ കേരളത്തിന് മന്ത്രിസഭയിൽ വേണ്ടത്ര ഒരു പരിഗണന അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? കാരണം കേരളത്തിൽ ഇത്രയും ഡിസിസീവായ ഒരു വിക്ടറി എടുത്തു, പക്ഷേ 2 സഹമന്ത്രിമാരെ മാത്രമാണ് കൊടുത്തത്. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എന്തായിരിക്കും? അല്ലല്ല, അങ്ങനെയല്ല. സാധാരണഗതിയിൽ പെട്ടെന്ന് ജയിച്ച് വരുന്ന ആൾക്കാരെ ആദ്യ പരിഗണന കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. മോദിജി നല്ല വകുപ്പുകളാണ് തന്നിരിക്കുന്നത്. സുരേഷ് ഗോപിക്കായാലും ജോർജ് കുര്യനായാലും തന്നിരിക്കുന്ന വകുപ്പുകൾ നിങ്ങൾ നോക്കണം. അത് കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഇത്രയധികം തീരദേശമുള്ള ഒരു സംസ്ഥാനം വേറെയില്ല. അപ്പോൾ ആ തീരദേശ മേഖലയെ ആകെ ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് അത് സ്വാധീനിക്കാൻ പോകുന്നത്. ടൂറിസം, സുരേഷ് ഗോപിയുടെ വകുപ്പിൽ എനിക്ക് പെട്രോളിയത്തെക്കാളും എനിക്ക് തോന്നുന്നത് ടൂറിസം, ഇതുപോലത്തെ ഒരു ടൂറിസം ഗോഡ്സ് ഓൺ ഡെസ്റ്റിനി വേറെ ഇല്ല. അപ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മോദി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് കേരളത്തിന് ഈ 2 പ്രധാന വകുപ്പുകളും അതിനോട് ചേർന്നല്ല മൃഗസംരക്ഷണം ബാക്കി എല്ലാ വകുപ്പുകളും തന്നിരിക്കുന്നത്. അതുകൊണ്ട് 2 മന്ത്രിമാരെ തന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. ഇപ്പോൾ പഴയതുപോലെ ഒരു ഒറ്റക്കക്ഷി സർക്കാരല്ല. ഘടകകക്ഷികൾ കൂടുതൽ സീറ്റുകൾ കൊടുക്കുമ്പോഴും കേരളത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു പാർട്ടി പ്രവർത്തകർക്ക് ഒരു സീറ്റ് തന്നു എന്നുള്ളതാണ്. അത് BJP മാത്രം നടക്കുന്നതാണ്. ഒരു സാധാരണ പ്രവർത്തകന് ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം തന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് അങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിയായ ശേഷം അദ്ദേഹത്തെ വിവാദങ്ങൾ ഇങ്ങനെ വിടാതെ പിടികൂടുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം വളച്ചൊടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. സുരേഷ് ഗോപി ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം വ്യക്തിബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം EK നായനാരുടെ ധർമ്മപത്നിയെ കാണാൻ പോയി. കുറെ ആൾക്കാർ വിമർശിച്ചു, അങ്ങനെയാണ് അദ്ദേഹം എന്താണ് CPM അല്ല അത് കഴിഞ്ഞിട്ട് പോയി. പക്ഷെ എൻ്റെ പോയിന്റ് അതല്ല. ശാരദ ടീച്ചറുടെ ആ ഒരു വാക്കുകളുണ്ടല്ലോ, ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ശാരദ ടീച്ചറുടെ ഒരൊറ്റ സെന്റൻസ് മതി സുരേഷ് ഗോപിയെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം നല്ലത് പറഞ്ഞു, കരുണാകരനെ കുറിച്ച് അദ്ദേഹം നല്ലത് പറഞ്ഞു, മുരളി മന്ദിരത്തിൽ അദ്ദേഹം കരുണാകരൻ്റെ സാധാരണ BJPക്കാർ ചെയ്യാത്ത കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹം കരുണാകരനായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പോയി ചില വാചകങ്ങൾ അങ്ങനെ പറയണമായിരുന്നു എന്ന് ചോദിച്ചാൽ ഭാരതമാതാവ് എന്നുള്ളത് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഈ ടോട്ടൽ ഭാരതത്തിൻ്റെ ഒരു അമ്മയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയെ വിവാദത്തിലാക്കാൻ വലിയ തോതിലൊരു ശ്രമം ആദ്യം മുതലേ മാധ്യമങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും ഉടനെ അതിനൊരു ഇപ്പം അദ്ദേഹം അവിടെ ഒരു കിരീടം കൊടുത്തു. സത്യത്തിൽ അതിനെ ഇത്ര വലിയൊരു വിവാദമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അവിടെ വാക്ക് പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞ് വന്നാൽ ഞാനൊരു കൊന്ത കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ എല്ലാ പൊതുപ്രവർത്തകരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കോൺഗ്രസിലെ പല ആൾക്കാരും പല അമ്പലത്തിലും കൊണ്ടുപോയിട്ട് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. സുരേഷ് ഗോപി എന്ത് ചെയ്താലും ഉടനെ അതിനോട് ഒരു വാർത്തയാവുന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ വിവാദത്തിലാക്കാം. പക്ഷെ എല്ലാ വിവാദങ്ങളും അദ്ദേഹത്തിന് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ എല്ലാ വിവാദങ്ങളും അദ്ദേഹത്തിന് സഹായകരമായി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇന്നസെന്റ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ഇങ്ങനെ വരുന്നത്. അദ്ദേഹത്തെ മാത്രമല്ല, മൊത്തത്തിൽ കേരളത്തിലെ ഒരു BJPയെ എപ്പോഴും വിവാദത്തിൻ്റെ ഒരു കരിനിഴൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അനിൽ ആന്റണിയെക്കുറിച്ച് അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ എനിക്ക് തോന്നുന്ന കാര്യമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പ്രതീക്ഷിച്ച പോലെ സാധിക്കാത്തതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഇത്തരം വിവാദമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ മാത്രമല്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ പല രീതിയിൽ ഏറ്റവും മോശമായിട്ട് ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിടക്കം അവിടെ തോൽ ചുമൽ കൈവച്ചവരടക്കം വാർത്ത വന്നു, കേസെടുത്തു, അവിടെ അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ശോഭാ സുരേന്ദ്രനെതിരെ വന്നു. അതുപോലെ അനിൽ ആന്റണിക്കെതിരെ ഒരു സഞ്ചിയും കൊണ്ടുവരുത്തന് ഈ 15 കൊല്ലം മുമ്പ് ഈ സഞ്ചിയിലാണ് ഞാൻ. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. വേറെ ഒരു ഇത്തരത്തിലുള്ള ധാരാളം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം അത്രയും നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതുപോലെ ചെയ്യുന്ന ഒരു പൊതുപ്രതിനിധിയില്ല. അദ്ദേഹത്തിനെതിരെ ശശി തരൂർ പറഞ്ഞു. നിങ്ങൾ ശശി തരൂർ സാധാരണ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഒരിക്കലും ഇത് ചെയ്യാത്തതാണ്. അപ്പൊ ശശി തരൂർ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഇതിനെതിരായിട്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള നീക്കങ്ങളായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല, താങ്കളുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡൻ്റായി ഇരിക്കുന്ന ഒരാൾ പല തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് തീർച്ചയായിട്ടും വിധേയനാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് BJP മാത്രമാണ് ഈ സ്വന്തം ആൾക്കാർ തന്നെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ഥാനമാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പോൾ താങ്കൾക്കെതിരെ പോലും ഇത്തരം ആരോപണങ്ങൾ
കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു വർക്ക് ഒരു ഭാഗത്തുണ്ടായി. ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതായത് ജയിക്കുമ്പോൾ തോൽക്കുമ്പോൾ പഴി തീർച്ചയായിട്ടും എത്തുന്നുണ്ട്. പക്ഷെ ജയിക്കുമ്പോൾ കിട്ടേണ്ട ക്രെഡിറ്റ് കിട്ടാതിരിക്കാൻ എന്തോ ഒരു ഓർഗനൈസ്ഡ് ശ്രമം നടക്കുന്നില്ല. അങ്ങനെയല്ല. അതിലൊരു കാര്യം എന്താ പറയുക, ചില ആളുകളുടെ ഒരു മനസ്സിൽ നമ്മൾ ആളുകളെ തിരിച്ചറിയുന്നതിൽ പ്രശ്നമാണ് ഇതിൽ. ചില കക്ഷികൾ, ചില ഓൺലൈനുകൾ ആളുകൾ എപ്പോഴും മോദി എന്തായാലും വരുമല്ലോ, അപ്പോൾ സപ്പോർട്ട് അവിടെ ഇരിക്കട്ടെ, മോദിയുടെ നയങ്ങൾ CAA ഇതൊക്കെ ഞങ്ങൾ അനുകൂലിക്കുന്നു, ഇവിടെ കോൺഗ്രസ് മതി, ഇവിടെ KJP ആണ്, കോൺഗ്രസ് മതി. ഇതൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ KJP ഉണ്ടാക്കുന്ന ആ വാക്കിന് പോലും അതായത് ഞാൻ നോക്കൂ, നിങ്ങൾ നോക്കൂ, മോദി നല്ല ആള്, കേരളത്തിലൊന്നും നടക്കില്ല. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം നല്ല പ്രവർത്തനം, കേരളത്തിലൊന്നും നടക്കുന്നില്ല. ഒന്ന്. രണ്ട്, ഒരു ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യാണ്, പക്ഷെ അതിൽ തുളയുണ്ടാക്കുന്നത് പ്രസിഡന്റ് തന്നെ. വെള്ളം മുക്കണം, മൊത്തത്തിൽ മുക്കാനാണ്. ഇതാണ് ആരോപണം. ഒന്ന്. രണ്ട്, പ്രധാന വിജയസാധ്യതയുള്ള സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ ഇവരെയൊക്കെ തോൽപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ വയനാട്ടിലേക്ക് തട്ടി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളാണ് നടന്നത്. നോക്കൂ നിങ്ങൾ, പുറമേ നിന്നുള്ള ആക്രമണങ്ങളെയെല്ലാം നമുക്ക് അതിജീവിക്കാൻ പാർട്ടി പ്രവർത്തകരെ മുമ്പിൽ നിന്ന് അതിജീവിച്ചു. സുരേഷ് ഗോപിക്കെതിരെ വന്നത് അകത്ത് നിന്ന് വരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില ആൾക്കാരും മാരീച വേഷത്തിൽ ചില ആൾക്കാർ വന്നിട്ട് വിമർശിക്കുമ്പോഴാണ് കൂടുതൽ അപകടം. അത് ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു പാഠമായിരിക്കും. അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു മുന്നറിയിപ്പ്. താങ്കൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഒരു വ്യക്തിക്കെതിരെ എടുത്തു പറയേണ്ടിയിരുന്നില്ല എന്ന് ചില അഭിപ്രായങ്ങളും കേട്ടു. അങ്ങനെയല്ല, ഞാൻ ഇത് എനിക്ക് വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് കേൾക്കാവുന്ന പഴിയെല്ലാം ഞാൻ കേട്ടു, ആരോപണങ്ങളെല്ലാം ഞാൻ കേട്ടു. കപ്പിത്താൻ തന്നെ കപ്പൽ മുക്കുന്നു. ഞാനിത് പറഞ്ഞിരിക്കുന്നത്, വരാനിരിക്കുന്ന ഏതൊരു പ്രവർത്തകനും ഏതൊരു തെരഞ്ഞെടുപ്പിലും നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ദോഷമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടി ചോദിച്ചുകൊണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. ഇനിയിപ്പം മുന്നിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്, അതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. എന്താണ് ഇവിടെ നിന്ന് മുമ്പോട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു പ്രവർത്തന പദ്ധതി? അല്ല, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമുണ്ടായി അതുകൊണ്ട് ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു സമീപനമല്ല. ഇതിപ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ഈ തൃശ്ശൂരിലെ ജനവിധിയെയും ആറ്റിങ്ങൽ, തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ പരിശ്രമിച്ചാൽ ഇത് കേരളം മാറും എന്നുള്ള ഒരു വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിനയത്തോടെ, കൂടുതൽ അധ്വാനം, ഇന്ന് ചെയ്തതിനേക്കാൾ കഠിനമായിട്ടുള്ള അധ്വാനമാണ് ഞങ്ങളെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് 2026 2 വർഷത്തിനിടയിലുണ്ടാവുന്ന പല കാര്യങ്ങളും വളരെ ശ്രമകരമായൊരു ജോലിയാണ്. അതിന് മാൻ പവർ യൂട്ടിലൈസേഷൻ, ഞാനിപ്പോൾ അതാണ് ആഗ്രഹിക്കുന്നത്. പദവിയിൽ എത്ര കാലം ഇരിക്കുന്നു എന്നുള്ളതിലല്ല, ഇപ്പോൾ ഉള്ള മാൻ പവറിനെ യൂട്ടിലൈസ് ചെയ്യുക. പുതുതായിട്ട് ധാരാളം ആളുകൾ, ജനവിഭാഗങ്ങൾ വന്നിട്ടുണ്ട്, അവരെ അടുത്തേക്ക് പോകാൻ. ഇപ്പോൾ 29-ാം തീയതി ഞങ്ങളുടെ യോഗമുണ്ട്, അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഈ ബൂത്തുകളിലേക്ക് തന്നെ പോകാനാണ്, അല്ലാതെ വലിയ വലിയ കാര്യങ്ങളിലേക്കല്ല. ഈ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും ഒക്കെ വന്ന ബൂത്തുകളിലേക്ക് തന്നെ വളരെ ചെറിയ ഡിഫറൻസ് ആണ്. ആ ബൂത്തുകളിലേക്ക് തന്നെ പോവുക, അവിടെയെല്ലാം പോവുക. പിന്നെ ഒരു കാര്യം ഇത്തവണ എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. പ്രധാന സ്ഥാനാർത്ഥികളെല്ലാവരും, രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു, മുരളിയേട്ടൻ പറഞ്ഞു, ശോഭ പറഞ്ഞു, അനിൽ ആന്റണി പറഞ്ഞു, കൃഷ്ണകുമാർ ഓൾറെഡി ഉണ്ട്. ഇവരെല്ലാവരും അതാത് മണ്ഡലങ്ങളിൽ തങ്ങളെ കൂടെ നിന്ന വോട്ടർമാരോടൊപ്പം ഇനി ഉണ്ടാവും എന്നുള്ള മെസ്സേജ്. അത് വലിയൊരു, കേരളത്തെ BJP സംബന്ധിച്ച് വലിയൊരു മെസ്സേജാണ്. അവരെയൊക്കെ വെച്ച് അവരെല്ലാം കൂടെ ചേർന്ന് മുന്നോട്ട് താഴെ ബൂത്തുകളിലേക്ക് പോകണം തന്നെയാണ് വിചാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം അങ്ങ് വ്യക്തിപരമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടോ അമിത്ഷായോടോ സംസാരിച്ചിരുന്നോ? അവരെന്താണ് താങ്കൾ? ദില്ലിയിലെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇത്തവണ സംസ്ഥാന അധ്യക്ഷന്മാരെയും വിളിച്ചിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയാണ് കേരളം നല്ല രീതിയിലാണ് പോയതെന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചത്. മറ്റേ വിശദമായിട്ടുള്ള ചർച്ചകൾക്കൊന്നുള്ള സമയം അവിടെ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും കണ്ട സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നത് മാത്രമേ. വ്യക്തിപരമായിട്ട് ഹാപ്പിയാണ്, അവർ വളരെ സന്തോഷത്തിലാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. തുടരാൻ സാധ്യതയില്ലേ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തെ നയിക്കാൻ സാധ്യതയില്ല? അല്ല, അങ്ങനെയല്ല, മാറുന്നു എന്നൊക്കെ ചില. അതില്ല, അങ്ങനെയല്ല. അവിടെ ഇപ്പോൾ പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജൂലൈ അവസാനത്തോടു കൂടി ഞാൻ മനസ്സിലാക്കുന്നത്
മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, ഇത്തവണ വിപുലമായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ. അതിനൊരു പ്രോസസ്സുണ്ട്. 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്. അടുത്ത 1 മാസം ആക്റ്റീവ് മെമ്പർഷിപ്പിന്റെ തീരുമാനങ്ങളാണ്. അത് കഴിഞ്ഞ് ബൂത്ത് സമിതികൾ രൂപീകരിക്കണം. അത് കഴിഞ്ഞിട്ട് മണ്ഡലം സമിതികളും ജില്ലാ കമ്മിറ്റികളെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് ആ കാലയളവ് വരെ തുടരാൻ അനുവദിക്കാം, അതല്ലെങ്കിൽ പുതിയൊരു ആളെ വെക്കാം. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഓപ്ഷൻസ് എന്ത് വേണമെങ്കിലും അവർക്ക് എടുക്കാം. സെൻട്രൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഓപ്ഷനും സ്വീകരിക്കാം. പക്ഷെ ഏത് ഓപ്ഷൻ വന്നാലും നമ്മളൊക്കെ ഈ ഒരു പാർട്ടിയുടെ ഭാഗമാണല്ലോ. ഇപ്പം മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള വി. മുരളീധരനും മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള കുമ്മനം രാജേട്ടനൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയല്ലേ. അതുകൊണ്ട് അതിലൊന്നും ഈ പദവികളെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു എന്നൊരു വിഷയമേ അല്ല. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും ശ്രീ കെ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ടീമിനും വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളം ഒരു ബാലികേറാമലയല്ല, തകർക്കാനാവാത്ത കോട്ടയൊന്നുമല്ല എന്ന് ഇവരെല്ലാം തെളിയിച്ചു കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു ഈ കഴിഞ്ഞു പോയത്. ശ്രീ കെ സുരേന്ദ്രൻ ഇത്രയും നേരം ഞങ്ങളോടൊത്ത് സംസാരിച്ചതിന് വളരെയധികം നന്ദി. നമസ്തേ.